നിങ്ങൾ കേട്ടത് ഒരു തീവ്രവാദി പച്ചക്ക് വിളിച്ചു പറയാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊല്ലണമെന്ന്. ഞാനിപ്പം മാത്രം പറയുന്നതില്ല, എപ്പോഴും പറയാറുണ്ടത് എന്ന് അഭിമാനത്തോടെ വിളിച്ചു കൂവുകയാണ്. ആരാ പറയുന്നത്? ഒരു മുസ്ലിം നാമധാരിയാണ്. ആ മുസ്ലിം നാമധാരിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ എപ്പോഴൊക്കെ പ്രതിക്കൂട്ടിലായിട്ടുണ്ടോ, വിവാദങ്ങൾ നിറഞ്ഞിട്ടുണ്ടോ, ആ നിറഞ്ഞ ഘട്ടത്തിൽ മുഴുവനും മുസ്ലിം വിരുദ്ധ പക്ഷത്തും RSSൻ്റെ പക്ഷത്തുമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഹലാൽ വിവാദത്തിൽ ഒരു തങ്ങളുടെ പേരിൽ തങ്ങൾ മന്ത്രിച്ചൂതിയതിൻ്റെ പേരിൽ അദ്ദേഹം യൂട്യൂബിൽ വന്നുകൊണ്ട് വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടാകും. RSS എന്താണ് പറയുന്നത് അതേ ആശയായിരുന്നു പറഞ്ഞത്. സമസ്തയുടെ ഒരു പണ്ഡിതൻ അദ്ദേഹം പഠിച്ചൊരു മതം പരസ്യമായി പറഞ്ഞതിൻ്റെ പേരിൽ RSS എന്താണോ പറയുന്നത് അതേ ആശയായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഒരു വിദ്വാനാണ് ഇപ്പോൾ പറയുന്നത് മുസ്ലിയാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊല്ലണമെന്നും. ഇദ്ദേഹം RSSകാരനല്ല. പ്രത്യക്ഷത്തിൽ അദ്ദേഹം RSSകാരനല്ല. പിന്നെ ആരാ? പ്രത്യക്ഷത്തിൽ RSSലും പറഞ്ഞുകൊണ്ട് മുസ്ലിം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ പരസ്യമായി നഖശികാന്തം എതിർക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ജനം TV-യിൽ പോയിട്ട് മുസ്ലിം വിരുദ്ധത പറയും. ജനം TV-യിൽ പോയിട്ട് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ പരസ്യമായി പറയും, ഖരോപ ചെയ്യണമെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പുതിയ വീഡിയോ മുസ്ലിയാക്കന്മാരെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. നിങ്ങൾ കേട്ടു നോക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്തിനാണ്? ഇതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് ഈ മുസ്ലിയാക്കന്മാർ എന്ന് പറയുന്ന വർഗത്തെ DDT അടിച്ച് കൊല്ലണമെന്ന്. അവരോട് എന്തെങ്കിലും പ്രത്യേകമായ വെറുപ്പോ വിരോധമോ ഉണ്ടായിട്ടല്ല. എൻ്റെ വാപ്പ ഒരു മുസ്ലിയാരായിരുന്നു. വളരെ നല്ലവരായ ആൾക്കാർ അവരുടെ ഇടയിലുണ്ട്. ചുഴലി അബ്ദുള്ള മൗലവി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറാണ് എന്നും പള്ളികൾ മുഴുവനും അമ്പലങ്ങളാണെന്നും പരസ്യമായി പറഞ്ഞപ്പോൾ ഈ വിദ്വാനൊന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകളുടെ ന്യായം എന്തായിരുന്നു? അത് അദ്ദേഹത്തിൻ്റെ ചുഴലിയുടെ മാത്രം അഭിപ്രായമാണെന്നാണ്. എന്നാൽ അപ്പോൾ അവർ സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരും വലിയ നേതാവുമായിരുന്ന പ്രസിഡൻറ്റുമായിരുന്ന ഉമർ മൗലവി മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ മുസ്ലിമല്ല എന്ന് പരസ്യമായി പറഞ്ഞത് കാണിച്ചു കൊടുത്തു. മാത്രവുമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായിരുന്ന സ്ഥാപകനായിരുന്ന ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ ശിങ്കടികൾ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെ കൊന്ന് കശാപ്പ് ചെയ്തു എന്നും ചരിത്ര സ്മാരകങ്ങളായ ഒരുപാട് പള്ളികൾ അവർ ആക്രമിച്ചിട്ടുണ്ടെന്നും പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് കുലുങ്ങിയില്ല. എന്നാൽ അദ്ദേഹം ഇന്നിപ്പോൾ പറയാം, ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആശയം ജീവിതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉപയോഗിച്ച് ഇന്ന് നാക്കിട്ടടിച്ച് ഒരു മനുഷ്യനും വേണ്ടാത്ത, ഒരു ചരിത്രത്തിൽ ഒരു ഇടവുമില്ലാത്ത ഈ ഒരു മനുഷ്യൻ പറയാ മുസ്ലിയാക്കന്മാരെ മുഴുവനും കൊന്നുകളയണം, വെടിവെച്ച് കൊല്ലണമെന്നും. ഇത് തീവ്രവാദമല്ലേ സുഹൃത്തേ? ഇത് തീവ്രവാദമല്ലേ? ഇത് അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണിത്. നിങ്ങളുടെ ആശയതാണ്. ഏതാ ആശയം? മുജാഹിദും ജമാഅത്തും അല്ലാത്ത, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത ഏതൊക്കെ ആശയധാരകരുണ്ടോ അവരെ മുഴുവനും വെടിവെച്ച് കൊല്ലണം. എന്തിനാ മുസ്ലിയാക്കന്മാരെ വെടിവെച്ച് കൊല്ലണത്? അള്ളാഹു വല്ലാത്തവരെ ആരാധിക്കേണ്ടത്, ആരാധിക്കേണ്ടതും അതുകൊണ്ട് വെടിവെച്ച് കൊല്ലണമെന്ന്. സുഹൃത്തെ, നിങ്ങൾ ആരൊക്കെയാണ് വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത്? മറ്റു മതസ്ഥരെ നിങ്ങൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കില്ല ഈ ആശയവുമായിട്ട്. ഹൈന്ദവരെ, ക്രിസ്ത്യാനികളെ, ബുദ്ധമതക്കാർ എല്ലാവരും നിങ്ങൾ വെടിവെച്ച് കൊല്ലൂലേ? കാരണം എന്താ? അള്ളാഹു വല്ലാതെ ആരാധിക്കുന്നുണ്ടെന്ന്. ഇത്